എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ജോർജ് മുള്ളർ വായിച്ചു പഠിച്ച ബൈബിളാണ് ഈ കാണുന്നത്. പതിനായിരക്കണക്കിന് പാവപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങളെ പുലർത്തുവാൻ ദൈവം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച അനുഗ്രഹീതനായ ദൈവഭക്തൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ലണ്ടനിലെ ബ്രിസ്റ്റോൾ എന്ന പട്ടണത്തിലെ ഓർഫണേജിലാണ് ഞങ്ങൾ. മാതാപിതാക്കളില്ലാത്ത അനേക കുഞ്ഞുങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടിയ ഭക്തനായ ആ ദൈവഭക്തൻ പ്രാർത്ഥനയാൽ മാത്രം ആരുടെയും സഹായമില്ലാതെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകി, വിദ്യാഭ്യാസം നൽകി. ഏകദേശം 4 ഓർഫനേജുകളിലായി താൻ ഇവിടെ അവരെ പരിപോഷിപ്പിക്കുകയുണ്ടായി. വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും എന്ന് കാണിക്കുന്ന ഉത്തമമായ തെളിവാണ് ജോർജ് മുള്ളറിൻ്റെ ജീവചരിത്രം. ജർമ്മനിയിൽ ജനിച്ചു വളർത്തപ്പെട്ട അദ്ദേഹം തൻ്റെ യൗവന കാലഘട്ടം വളരെ മോശമായിരുന്നു. തൻ്റെ മാതാവ് മരിക്കുമ്പോൾ മദ്യപാനത്തിലും വെറിക്കൂത്തിലും ഒക്കെ കഴിഞ്ഞ് മാതാവിൻ്റെ മരണവാർത്ത പോലും അറിയാതെ ജീവിതം വളരെയധികം മോശമായിട്ട് ജീവിച്ച ആ മനുഷ്യൻ പിന്നീട് ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രമൊക്കെ പഠിക്കുകയും ലണ്ടനിലേക്ക് മൂവ് ചെയ്യുകയും ഇവിടെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിലേർപ്പെട്ട് അനേക യൗവനക്കാരെ, അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുകയും ചെയ്ത ദൈവഭക്തനാണ്. പ്രാർത്ഥനയാൽ എന്തും സാധ്യം ആകും എന്ന് ലോകത്തെ പഠിപ്പിച്ച ഭക്തനായ ദൈവദാസൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ സമൂഹത്തോട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ആഹ്വാനം ചെയ്യുന്ന ദൈവദാസനായിരുന്നു ജോർജ് മുള്ളർ. തൻ്റെ ജീവിതത്തിൽ 5 പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 25 വർഷങ്ങൾ തുടർമാനമായിട്ട് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ 5 പ്രിയപ്പെട്ട സ്നേഹിതരുടെ രൂപാന്തരത്തിന് വേണ്ടിയായിരുന്നു തൻ്റെ പ്രാർത്ഥന. തൻ്റെ പ്രാർത്ഥനയുടെ 3-ാം മാസം തൻ്റെ ഒരു കൂട്ടുകാരൻ ദൈവവിശ്വാസത്തിലേക്ക് വന്നു. പിന്നീടുള്ളവർ 3-ഉം 4-ഉം ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിലേക്ക് തിരികെ ഉണ്ടായി. എന്നാൽ 5-ാമത്തെ തൻ്റെ കൂട്ടുകാരൻ തൻ്റെ മരണത്തിന് ശേഷമാണ് ദൈവത്തെ കണ്ടുമുട്ടിയത്. എന്നാൽ 25 വർഷങ്ങൾ ദൈവദാസൻ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ജോർജ് മുള്ളർ. പ്രാർത്ഥനയിൽ ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്. പ്രാർത്ഥനയാൽ സകലവും സാധ്യമാണ്. പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്നും ചലിക്കുന്നതാണ്. അതിന് വീണ്ടും സാക്ഷികളാകാം. പ്രാർത്ഥനയിൽ ഉണരാൻ ദൈവം അനുഗ്രഹിക്കും.